വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് 2026 കുറിച്ചാണ്. ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെക്കേണ്ടത്, നിങ്ങൾക്കൊരു പ്രൊജക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ വടക്കൻ സാർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരാണെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കോമ്പറ്റീഷൻസ് നടക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഈ പറയുന്ന നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സോ എന്റെ മക്കൾ ശ്രദ്ധിക്കുക, ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഒക്ടോബർ 15-ന്റെയും 31-ന്റെയും ഇടയിലാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഏതൊക്കെയാണ്? ഒക്ടോബർ 15-ന്റെയും 31-ന്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസ് നടക്കാൻ പോകുന്നത്. സോ എന്റെ മക്കൾ ഈ പറയുന്ന ഒക്ടോബർ 15 ആകുമ്പോഴേക്കും, മീൻസ് അതിനേക്കാൾ ഒരു 10 ദിവസം മുമ്പ്, ഒക്ടോബർ 5 ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ആക്കി വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ഓൺ November 26 ആണ്. November 26-ന് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനും അതുപോലെ തന്നെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ 27th to 31 2026 തന്നെ 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് നമ്മുടെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസ് നടക്കാൻ പോകുന്നത്. സോ ഇതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജൂലൈ 31 ആണ്. ഈ വർഷം ഈ ഒരു മാസം തന്നെ ജൂലൈ 31 ആകുമ്പോഴേക്കും നിങ്ങൾ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2 സ്റ്റുഡന്റും ഒരു ഗൈഡ് ടീച്ചറും, അതായത് ഗൈഡ് എന്നാണ് നമ്മൾ പറയാം, ഗൈഡ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. സോ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ടീം ഫോം ചെയ്യേണ്ടത്. സോ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ മക്കൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഇതിൽ 10 കാര്യങ്ങളാണ് അവർ തന്നെ പറയുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ. NCSE തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടിപ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ ഒന്നാമതായിട്ട് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യണം. ബേസിക്കലി ഏത് ടോപ്പിക്കും ആവും. ഞാൻ എൻ്റെ മക്കളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പരിസരത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ എടുത്ത്, വലിയ പ്രോബ്ലം ഒന്നും നിങ്ങൾ എടുക്കണ്ട, വളരെ ചെറിയ പ്രോബ്ലംസ്, എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കിന് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എന്താണ്, എന്തുകൊണ്ടായിരിക്കും, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, വാട്ട്, വേർ, വെൻ, വൈ ഒക്കെ വെച്ച് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇതിന്റെ ഒരു സൊല്യൂഷനിലേക്ക്, ഇതിന് സൊല്യൂഷൻ ഇല്ലേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കുറെ ടോപ്പിക്സ്, നമ്മൾ ഓരോ ടോപ്പിക്കിനനുസരിച്ചും ക്വസ്റ്റ്യൻസ് മാറും കേട്ടോ. സോ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറീസിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലും ഒക്കെ നിങ്ങൾ കയറിയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു റിസർച്ച് നിങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതായത് ബുക്സിലൂടെയുള്ള ഒരു റിസർച്ച്, അതുപോലെ തന്നെ പല ആളുകൾ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസിലൂടെ നമ്മളൊരു റിസർച്ച് നടത്തുക. ഈ ആർട്ടിക്കിൾസ് ഒക്കെ നോട്ട് ചെയ്ത് നോക്കണുണ്ടോ, നമുക്ക് ആവശ്യമുണ്ട് അവസാനത്തേക്ക്. യെസ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോം എ ഹൈപ്പോത്തിസിസ്. ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ എന്താക്കണം, സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, കാരണം നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് പേജിലാണെങ്കിലും ഫ്രണ്ടിൽ തന്നെ വരുന്ന ഒരു സാധനമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചുള്ള ഒരു പിക്ചർ, ആ ഹൈപ്പോത്തിസിസിൽ നിന്നും നമ്മുടെ ഗൈഡിനും അതുപോലെ തന്നെ നമ്മളെ വാല്യൂ ചെയ്യാൻ പറ്റുന്ന ജഡ്ജിനും കറക്റ്റ് ആയിട്ട് കിട്ടണം. നെക്സ്റ്റ്, നമ്മൾ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കണം. നമ്മൾ നടത്താൻ പോകുന്ന പ്രൊജക്റ്റിൽ, നമ്മൾ നടത്താൻ പോകുന്ന റിസർച്ചിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കണം. കാരണം നമുക്ക് ഒക്ടോബർ 5 ആകുമ്പോഴേക്കും ഈ പറയുന്ന എല്ലാ പരിപാടിയും തീർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിസർച്ച് പേപ്പർ പോലെ, റിസർച്ച് പേപ്പർ എന്നല്ല, നമുക്കൊരു പ്രൊജക്റ്റ് ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. സോ വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ സമയത്ത് അത് ചെയ്യണം, വെൽ ആയിട്ട് നമ്മൾ അതിന് സ്ട്രക്ചർ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവാം. യെസ്, ഇനി നെക്സ്റ്റ് 6th വൺ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്ന ഒരു ടോപ്പിക്കാണ്. NCSEക്ക് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയൽ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ നടത്തിയിരിക്കണം. അതായത് ചില സമയങ്ങളിൽ നമ്മൾ എക്സ്പെരിമെന്റ്സിലൊക്കെ പല ആളുകളോട് നമ്മൾ പോയിട്ട് സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് സർവേസ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ സർവേ ഉണ്ടാക്കുന്നത്, നമ്മൾ സർവേക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ നമ്മൾ സർവേക്ക് പോകുന്ന ദിവസങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലോഗ് ബുക്കിലും കാര്യങ്ങളൊക്കെ എന്താക്കണം, കൃത്യമായിട്ട് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം എന്നുള്ളതാണ്.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ കിട്ടിയിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഈ പറയുന്ന പ്രോബ്ലം ശരിക്കുള്ള പ്രോബ്ലം ആണോ, ഈ പ്രോബ്ലത്തിന് ഇങ്ങനെയൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ, എന്തൊക്കെയാണ് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് 8th വൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തും. ഈ പറയുന്ന റിസൾട്ടിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു റിസൾട്ടിലേക്ക് എത്തും. എന്തൊക്കെയാണ് നമുക്ക് ഇതിലുള്ള സൊല്യൂഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ള പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതിന് നല്ല കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ പ്രസന്റേഷനും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രൊജക്ട് റിപ്പോർട്ട് വേണമെന്നുള്ളത്. ആ റിപ്പോർട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ആസ് വെൽ ആസ് PPT പോലത്തെ ഇത് ക്യാൻവ PPT ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു പ്രസന്റേഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു PPT വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. സോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒക്ടോബർ ആകുമ്പോഴേക്കും തീർത്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റത്തതാണ്. നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എത്ര ക്ലാരിറ്റിയോടെ പ്രസന്റ് ചെയ്യുന്നു, ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജഡ്ജസ് നോക്കാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ അതിൽ സെറ്റ് ആയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമുക്ക് അവസാനിപ്പിക്കാം. ഈസ് മീ സെനിൻ വടകൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.